പൂർണ്ണമായും നൃത്തത്തിൽ മുഴുകിയിരുന്ന ഉർവശി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ അതീവ ഏകാഗ്രതയോടുകൂടി തൻ്റെ നൃത്തം തുടർന്നു. ഉർവശിയുടെ നൃത്തലാസ്യത്തിൽ ശൂദ്രജീവികൾ പോലും മയങ്ങിപ്പോയി. അത്രമാത്രം ശാസ്ത്രീയമായിരുന്നു ഉർവശിയുടെ നൃത്തം. അതേ ദേവന്മാരെ, ദേവലോകത്തെ ഏറ്റവും മികച്ച നർത്തകി ഉർവശിയാണെന്നതിന് ഇനി കൂടുതൽ തെളിവുകളൊന്നും വേണ്ടല്ലോ. വിക്രമാദിത്യന്റെ വാക്കുകൾ ദേവന്മാർ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. ദേവന്മാർക്ക് വിക്രമാദിത്യന്റെ കലാനിപുണതയിലും ബുദ്ധിസ്വാമർത്ഥ്യത്തിലും വല്ലാത്ത മതിപ്പ് തോന്നി. വിക്രമാദിത്യന്റെ പ്രവൃത്തികൾ ഇഷ്ടമായ ഇന്ദ്രഭഗവാൻ തനിക്ക് ശിവഭഗവാൻ സമ്മാനിച്ച അതിവിശിഷ്ടമായ 32 സോപാന പടികളിൽ സാലഭഞ്ജികമാർ കാവലിരിക്കുന്ന ഒരു സിംഹാസനം വിക്രമാദിത്യന് സമ്മാനമായി കൊടുത്തു. ഒപ്പം ഒരു വരവും നൽകി. ആ സിംഹാസനത്തിൽ 1000 വർഷം ഇരുന്ന് ഭരിക്കാൻ വിക്രമാദിത്യന് കഴിയട്ടെ എന്നതായിരുന്നു വരം. അങ്ങനെ ഇന്ദ്രലോകം നിറഞ്ഞ കയ്യടിയോടെ വിക്രമാദിത്യന് യാത്രയയപ്പ് നൽകി.